SM Physics ഓൺലൈൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക്ഷീറ്റ് നിങ്ങളെല്ലാവരും ചെയ്തു എന്ന് ഞാൻ കരുതട്ടെ. ഏതായാലും ഇന്ന് നമ്മുടെ ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോർ കണ്ടൻറ്റിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇത് നിങ്ങൾക്കറിയാം, ഇതെന്താണ്? ഒരു പന്താണ്. ഈ പന്ത് ഞാൻ ഈ മേശയുടെ മുകളിൽ വയ്ക്കുകയാണ്. ഇനി ഈ പന്ത് എനിക്ക് ഇവിടുന്ന് മറ്റൊരു പൊസിഷനിലേക്ക് നീക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഈ പന്തിനെ ഈ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഞാൻ നീക്കണമെങ്കിൽ ഐ ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് ഓൺ ദിസ് ബോൾ. ഈ ബോളിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് ഈ ബോളിൽ ഞാൻ ഏത് ദിശയിലേക്കാണോ അത് നീങ്ങേണ്ടത് ആ ദിശയിൽ ഞാനതിൽ അപ്ലൈ ചെയ്യണം. വേണ്ടേ? അപ്പോൾ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ബോൾ അതിൻ്റെ പുതിയ ലൊക്കേഷനിലേക്ക് എത്തി. എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എൻ്റെ കൈ ഈ ബോളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ട്. ഞാൻ ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെയാണ് ആ ഫോഴ്സ് ഈ ബോളിൽ കൊടുത്തത്. അപ്പോൾ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെ നമ്മൾ ഒരു വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോൺടാക്റ്റ് ഫോഴ്സസ് എന്നാണ് പറയുക. കോൺടാക്റ്റ് ഫോഴ്സസ്. എന്നാൽ ഇതേ ബോളിനെ ഞാനൊരു നിശ്ചിത ഉയരത്തിൽ ഇവിടെ പ്ലേസ് ചെയ്യണം. ചെയ്തു. ഇനി ഞാനിവിടുന്ന് കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബോള് താഴേക്ക് വീണു അല്ലേ? ഞാൻ ഇവിടുന്ന് കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോള് താഴേക്ക് ഈ കൈയിലേക്ക് വീണു. ഏത് ബലമാണ് ഈ ഒരു കേസിൽ ബോളിൽ ഇവിടെ ഉണ്ടായത്? ഏത് ഫോഴ്സാണ്? യെസ്, ഇറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ബോളിൽ ഭൂമി ചെലുത്തിയത് കൊണ്ടാണ് ഈ ബോള് ഞാൻ ഇവിടുന്ന് കൈ റിലീസ് ചെയ്തപ്പോൾ താഴേക്ക് നീങ്ങാനുള്ള കാരണം. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസിൽ ഭൂമിയും ഈ ബോളും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടോ? ഇല്ല, ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. ഭൂമിയിൽ നിന്നൊരു നിശ്ചിത ഉയരത്തിലാണ് ഞാൻ ഈ ബോളിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. എന്നിട്ടും ഈ ബോളിന് എന്ത് ചെയ്തു? ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഫലമായിക്കൊണ്ട് താഴേക്ക് വീണു. മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ഈ കാണുന്ന പോലെ ഒരു മാഗ്നറ്റ്. ഈ മാഗ്നറ്റിനടുത്ത് നമ്മൾ ഒരു ആണി പ്ലേസ് ചെയ്യാണ്. ആണി പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആണി മാഗ്നറ്റിനോട് ആകർഷിക്കുന്നതായിട്ട് കാണാം. ഇവിടെ മാഗ്നറ്റും ഈ ആണിയും തമ്മിൽ എന്തെങ്കിലും ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടോ? ഇല്ല. ഒരു നിശ്ചിത ദൂരത്തിലാണ് ആണി മാഗ്നറ്റിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തില്ല? ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. എന്നിട്ടും മാഗ്നറ്റ് എന്തിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്? ആണിയെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ ഈ അവസാനം പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളും നോൺ കോൺടാക്റ്റ് ഫോഴ്സുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിലും മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിലും നോൺ കോൺടാക്റ്റ് ഫോഴ്സുകൾക്ക് ഉദാഹരണമാണ്. ആദ്യം പറഞ്ഞ ബോളിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഏതായിരുന്നു? കോൺടാക്റ്റ് ഫോഴ്സ് ആയിരുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു കോൺടാക്റ്റ് ഫോഴ്സാണ്, ഉദാഹരണമായി പറയാം. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നൊരു ടേം അവിടെ ഉണ്ട്. ഞാൻ ബോളിനെ വെച്ചിരുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലായിരുന്നു. ഫീൽഡ് എന്നുള്ള വാക്ക് അല്ലേ? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലായിരുന്നു ഞാൻ ബോളിനെ പ്ലേസ് ചെയ്തിരുന്നത്. മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡുള്ള മേഖലയിലായിരുന്നു ഞാൻ ആണി പ്ലേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്? ഭൂമിയിലേക്ക് ബോൾ വീഴുവാനും മാഗ്നറ്റിലേക്ക് ആണി അട്രാക്റ്റ് ചെയ്യുവാനും കാരണം അത് രണ്ടും ഫീൽഡുകളിലായിരുന്നു. ഇപ്പോൾ രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചത്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡും മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ ഫീൽഡും. ഇതുപോലെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. മറ്റൊരു നോൺ കോൺടാക്റ്റ് ഫോഴ്സാണ് ഇലക്ട്രിക് ഫോഴ്സ്. കൂളംസ് ലോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ട് ചാർജുകൾ. ഈ രണ്ട് ചാർജുകൾ നമ്മൾ r ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തത്. എന്നിട്ടും അവർ തമ്മിൽ എന്തുണ്ടായിരുന്നു? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിന് ഉദാഹരണമാണ്? നോൺ കോൺടാക്റ്റ് ഫോഴ്സിന് ഉദാഹരണമാണ്. നോൺ കോൺടാക്റ്റ് ഫോഴ്സുകളുടെ കേസിലെല്ലാം ഈ ഫോഴ്സ് ഉണ്ടാവുന്നത് ഈ പറയുന്ന ഫീൽഡിൻ്റെ ഫലമായിട്ടാണ്. സോ ഇലക്ട്രിക് ഫോഴ്സ് ആയതുകൊണ്ട് ഇവിടുത്തെ ഫീൽഡ് ഏതായിരിക്കും? ഇലക്ട്രിക് ഫീൽഡായിരിക്കും. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെയും അതിൻ്റെ പ്രോപ്പർട്ടികളെക്കുറിച്ചും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ട്യൂട്ടോറിയലിലൂടെ നമുക്ക് പഠിക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇറ്റ് ഈസ്
ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഞാനിവിടെ ഒരു ചാർജിനെ എടുക്കുകയാണ്. ഒരു പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് ഞാൻ ഇവിടെ എടുത്തു. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പ്ലസ് ക്യൂ എന്നുള്ളൊരു ചാർജ് എടുത്തു. ഇനി മറ്റൊരു പോസിറ്റീവ് ചാർജായിട്ട് പ്ലസ് Q0 എന്നുള്ള ചാർജിനെ ഞാനിവിടെ പ്ലേസ് ചെയ്യണം. നമുക്കറിയാം എന്താണ് കൂളംസ് ലോ, അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ അറിയാം. കൂളംസ് ലോ പ്രകാരം ഈ രണ്ട് പോസിറ്റീവ് ചാർജുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. എങ്ങനെ റിപ്പൽ ചെയ്യുക? ഏതിലൂടെ റിപ്പൽ ചെയ്യും? ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിലൂടെ എന്ത് ചെയ്യും? റിപ്പൾസീവ് ഫോഴ്സ് എഫ് റിപ്പൽഷൻ എന്നുള്ള ഫോഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും. ശരിയല്ലേ? അതുപോലെ ഞാൻ ഈ ചാർജിനെ ഞാൻ ഈ ലൊക്കേഷൻ മാറ്റിയിട്ട് മറ്റൊരു ലൊക്കേഷനിലേക്ക് കൊടുന്നു. ഇവിടെ പ്ലേസ് ചെയ്തു പ്ലസ് Q0 എന്നുള്ള ചാർജിനെ മറ്റൊരു ലൊക്കേഷനിലേക്ക് വെച്ചു. വീണ്ടും എന്ത് സംഭവിക്കും? ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിലൂടെ ഔട്ട്വേർഡ്സ് ഒരു എഫ് റിപ്പൾസീവ് ഫോഴ്സ് ഇവിടെ ഉണ്ടാവും. ഇതേ കാര്യത്തെ നമ്മൾ 3 ഡയമെൻഷനലി വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇതേ ചാർജിനെ പ്ലസ് Q0 എന്നുള്ള ചാർജിനെ വേണമെങ്കിൽ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ബോർഡിന് പുറകിലുള്ള ചുമരിന് പുറകിൽ വേണമെങ്കിൽ എനിക്ക് പ്ലേസ് ചെയ്യാം. 3 ഡയമെൻഷനിൽ എനിക്ക് എവിടെ വേണമെങ്കിൽ ഈ ചാർജിനെ പ്ലേസ് ചെയ്യാം. പക്ഷേ എവിടെ ആയിരിക്കണം? ഈ ചാർജിന് അടുത്തായിരിക്കണം. എങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഈ രീതിയിലുള്ള ഒരു എഫ് റിപ്പൾസീവ് ഫോഴ്സ് ഈ രണ്ട് ചാർജുകൾ ബന്ധിപ്പിക്കുന്ന ലൈനിലൂടെ ഉണ്ടായിരിക്കും അല്ലേ? മറ്റൊരു ലൊക്കേഷൻ ഞാൻ ഇവിടെ വേണമെങ്കിൽ വെക്കാം. വീണ്ടും ഒരു പ്ലസ് Q0 ചാർജ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ചാർജുകൾ ബന്ധിപ്പിക്കുന്ന ലൈനിലൂടെ എഫ് റിപ്പൾസീവ് എന്നുള്ള ഫോഴ്സ് ഔട്ട്വേർഡ്സ് ആയിട്ട് ഇവിടെയും ഈ മൂന്നാമത്തെ കേസിലും ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഇലക്ട്രിക് ഫീൽഡിനുള്ള ഡെഫിനേഷൻ പറയുവാൻ സാധിക്കും. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ റീജിയൻ ഓർ സ്പേസ് അറൗണ്ട് എ ചാർജ് വേർ ദ അതർ ചാർജസ് വിൽ എക്സ്പീരിയൻസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഒരു ചാർജിന് ചുറ്റുമുള്ള ഒരു മേഖലയാണ്, ഒരു സ്പേസാണ്, ഒരു റീജിയനാണ്. ആ റീജിയനിൽ വേറൊരു ചാർജ് വന്നു കഴിഞ്ഞാൽ ആ ചാർജിന് ഈ ചാർജ് കാരണം എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇറ്റ് മേ ബി ഐദർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ആ മേഖലയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ്. മൊബൈൽ ഫോൺ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ മൊബൈൽ ഫോൺ നമ്മൾ റേഞ്ചുള്ള സ്ഥലത്തായിരിക്കണം അല്ലേ? മൊബൈൽ ഫോണിന് റേഞ്ച് കാണിക്കുന്ന ഒരു നൊട്ടേഷൻ ഉണ്ട്. ടവറിൻ്റെ റേഞ്ച് കാണിക്കുന്ന ഒരു സിഗ്നൽ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. നല്ല റേഞ്ച് ആണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഹൈ ക്ലാരിറ്റി ആയിരിക്കും, നല്ല സ്പീഡിൽ ഇൻ്റർനെറ്റ് നമുക്ക് ലഭിക്കും. നേരെ മറിച്ച് റേഞ്ച് കുറവാണെങ്കിലോ നമുക്ക് വേണ്ട രീതിയിൽ കോൾ കണക്റ്റ് ആവില്ല, ഇൻ്റർനെറ്റ് കിട്ടുന്ന അതിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ആ മൊബൈൽ ഫോൺ ഇരിക്കേണ്ടത് ആ ടവറിൻ്റെ കീഴിലുള്ള ഫീൽഡിലായിരിക്കണം, അല്ലെങ്കിൽ ടവർ പ്രൊവൈഡ് ചെയ്യുന്ന റേഞ്ചിനകത്തായിരിക്കണം ഏത്? മൊബൈൽ ഫോൺ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷനാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ചാർജിന് ചുറ്റുമുള്ളൊരു മേഖല, ആ മേഖലയിൽ മറ്റൊരു ചാർജ് വന്നു കഴിഞ്ഞാൽ ആ ചാർജിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ റീജിയൻ ഓഫ് സ്പേസ് അറൗണ്ട് എ ചാർജ് ഓർ സിസ്റ്റം ഓഫ് ചാർജസ് വിത്തിൻ വിച്ച് the other charges experiences an electrostatic force. അപ്പോൾ രണ്ട് ചാർജ് ഇപ്പോൾ ഞാൻ എടുക്കുകയെന്ന് കരുതുക. ഇവിടെ ഒരു ചാർജ്, ഞാൻ ചാർജ് എന്ന് എഴുതുകയാണ്, ഒരു ചാർജ്, ഇവിടെ മറ്റൊരു ചാർജ്. അപ്പോൾ ഈ രണ്ട് ചാർജുകൾക്കിടയ്ക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ചാർജ് ഫീൽഡ് ചാർജ് എന്നുള്ള ഈ ഒരു കോൺഫിഗറേഷനിലായിരിക്കും കൂളംസ് ലോ വർക്കൗട്ട് ആവുക. രണ്ട് ചാർജ് മാത്രമേ നമ്മൾ കഴിഞ്ഞ കേസിലൊക്കെ പഠിച്ചുള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് എന്തുണ്ട്? ഏത് ഫീൽഡ് ഉണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ കൂളംസ് ലോ നമ്മൾ വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ കൂളംസ് ലോയിൽ നമ്മൾ ഒരു ചാർജിൻ്റെ അടുത്തേക്ക് മറ്റൊരു ചാർജിനെ കൊണ്ടുവന്നപ്പോൾ അതിനിടയ്ക്ക് എന്തുണ്ടായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് നമ്മൾ രണ്ടാമത്തെ Q2 എന്നുള്ള പുതിയ ചാർജിനെ കൊണ്ടുവന്നത്. ദിസ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധമുള്ള ഇതിനെ കുറച്ചും കൂടി നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് പഠിക്കുകയാണ്, കുറച്ചും കൂടി ഡെപ്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതുമായിട്ട് വളരെയേറെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ കുറേ ടേമുകളുണ്ട്. ഇതൊക്കെ ഒന്ന് തന്നെ. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടേമിനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടേമാണ്
ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് പറയുന്ന വേറൊരു പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുക വെക്റ്റർ ഇ എന്നുള്ള നൊട്ടേഷനിലാണ്. ക്യാപിറ്റൽ വെക്റ്റർ ഇ എന്നുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ നൊട്ടേഷൻ. ഇനി എന്താണെന്നാണ് പറയുന്നത് ശ്രദ്ധിക്കുക. പ്ലസ് ക്യൂ എന്നുള്ളൊരു ചാർജ് ഉണ്ട് ഇവിടെ. ഈ പ്ലസ് ക്യൂ എന്നുള്ള ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡുള്ള ഒരു മേഖലയിലേക്ക് ആർ ഡിസ്റ്റൻസ് അകലെ ആയിട്ട് മറ്റൊരു പോയിന്റിലേക്ക് ഞാൻ പ്ലസ് ക്യൂ സീറോ എന്നുള്ള വേറൊരു ചാർജിനെ കൊണ്ടുവരികയാണ്. പ്ലസ് ക്യൂ സീറോ എന്നുള്ള ഇതും പ്ലസ് ചാർജാണ്, ഇതും പ്ലസ് ചാർജാണ്. അപ്പോൾ ഈ ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മെയിനായിട്ടുള്ള ഈ ചാർജ് കുറച്ച് വലിയ ചാർജാണ്. വലിയ ചാർജ് ആയതുകൊണ്ടാണ് ഞാൻ പ്ലസ് ക്യൂ എന്നുള്ള ക്യാപിറ്റൽ ക്യൂ കൊടുത്തിട്ടുള്ളത്. ഈ ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ് ചാർജ്. സോഴ്സ് ചാർജ്. ഇനി നമ്മൾ പരീക്ഷണം നടത്താൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ചാർജ് വളരെ ചെറിയ ചാർജായിരിക്കും. എന്താ ഈ വളരെ ചെറിയ ചാർജിന് അതിൻ്റെ കാരണം എന്താ? ആ വരുന്ന ചാർജ് കാരണം ഈ ചാർജ് ഇവിടുന്ന് പോകാൻ പാടില്ല. കാരണം ഇത് തമ്മിൽ റിപ്പൽ ചെയ്യുന്ന ഉറപ്പാണ്. പക്ഷേ അത്രയും ചെറിയ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ, നമ്മൾ മാത്സിൽ പറയുന്ന പോലെ ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു സീറോ, അത്രയും ചെറിയ ചാർജിന് അങ്ങനെയാണല്ലോ ലിമിറ്റ് പറയുക. ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു സീറോ ഓർ ലിമിറ്റ് ക്യൂ ടെൻസ് ടു സീറോ. വാനിഷിംഗ്ലി സ്മോൾ ചാർജ്. ഈ വാനിഷിംഗ്ലി സ്മോൾ ചാർജിനെ നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഈ സോഴ്സ് ചാർജിൻ്റെ ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ചാർജിന് എന്ത് പറയും? ടെസ്റ്റ് ചാർജ് എന്ന് പറയും. ഈ ടെസ്റ്റ് ചാർജ് വളരെ ചെറിയ കുളമ്പാവാം. യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എന്നാണ് പറയുക. 1 ആയിരിക്കണം മാഗ്നിറ്റ്യൂഡ്, പക്ഷെ വളരെ ചെറിയ ചാർജ് ആയിരിക്കും. 1 നാനോ കൂളുമ്പോ 1 പൈക്കോ കൂളുമ്പ് 1 മൈക്രോ കൂളുമ്പ് എന്നുള്ള അത്രയും ചെറിയ ചാർജ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരിക. പക്ഷേ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ചാർജിനെ നമ്മളിവിടെ കൊണ്ടുവരികയാണ്. ഇനി ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി of this charge at a point R is given by the force experienced per unit charge placed at that point. ഈ പ്ലസ് ക്യൂ എന്നുള്ള ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എവിടെ? ആർ എന്നുള്ള ഡിസ്റ്റൻസിലുള്ള പ്ലസ് ക്യൂ എന്നുള്ള ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ഈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആയിട്ടുള്ള പ്ലസ് ക്യൂ സീറോനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എവിടെ? അറ്റ് പോയിന്റ് ആർ. അതാണ് ആർ എന്നുള്ള പോയിന്റിലുള്ള ഈ പ്ലസ് ക്യൂ എന്നുള്ളതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ സീറോ. ഇനി ഇത് രണ്ടും പോസിറ്റീവ് ചാർജാണ്. ഇത് രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. എഫ് റിപ്പൽഷൻ. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ പോലെ എഫ് റിപ്പൽഷൻ എന്നുള്ളതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പ്ലസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂ സീറോൻ്റെ ഡയറക്ഷനിൽ ത്രൂ ആർ ആയിരിക്കും. ഈ വെക്ടറിലൂടെ ആയിരിക്കും എഫ് റിപ്പൽഷൻ ഉണ്ടാവുക അല്ലേ? ക്യൂ സീറോ എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സിൻസ് എഫ് ഇസ് എ വെക്ടർ, ഇ വിൽ ബി ആൾസോ എ വെക്ടർ ഹാവിങ് ദി സെയിം ഡയറക്ഷൻ. അപ്പോൾ എഫിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ, ഇൻ്റെ ഡയറക്ഷൻ. എപ്പോൾ? ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ. നമ്മൾ കൊണ്ടുവന്ന ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ദിശയിലായിരിക്കും എന്ത് വരിക? ഫോഴ്സ് ഉണ്ടാവുക. കാരണം റിപ്പൾസീവ് ഫോഴ്സാണ് ഉണ്ടാവുക. ഇനി ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ അല്ലെങ്കിൽ പറയുന്ന പേരെന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നുള്ളതിനെ നേരെ തിരിച്ചു പറഞ്ഞാൽ മതി. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്നും ഡയമെൻഷൻ എന്താണെന്നും പഠിക്കാം. സോ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വളരെ എളുപ്പമാണ് ഇതിൻ്റെ യൂണിറ്റ് പഠിക്കാൻ. ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ ആണ് ഓർ എഫ് ബൈ ക്യൂ സീറോ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളമ്പാണ്. സോ ന്യൂട്ടൺ പെർ കൂളമ്പാണ് ഇതിൻ്റെ യൂണിറ്റ്.
ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളംബ് ഓർ ന്യൂട്ടൺ കൂളംബ് ഇൻവേഴ്സ് n(c⁻⁻1) ആണെന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു യൂണിറ്റാണ് വോൾട്ട് മീറ്റർ ഇൻവേഴ്സ്. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. വോൾട്ട് മീറ്റർ ഇൻവേഴ്സും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റാണ്. ഇനി നമ്മളതിൻ്റെ ഡയമെൻഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ കൂളംബ് ((-1) അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ ((-1). അടുത്തത് ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഡയമെൻഷൻ ഓഫ് ഇ കാണണം. സോ ഡയമെൻഷൻ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എഫ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് Q0. എന്താണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ? നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ mlt⁻⁻2 ഡിവൈഡഡ് ബൈ ചാർജ് എന്നുള്ളതിനെ നമുക്ക് കറൻറ്റ് ഇൻറ്റു ടൈം എന്നാക്കണം. കാരണം I ഈസ് ഈക്വൽ ടു Q/T ആണ്. I ഈസ് ഈക്വൽ ടു എന്താണ്? Q/T ആണ്. സോ Q ഈസ് ഈക്വൽ ടു എന്താണ്? I ഇൻറ്റു T ആണ്. ഈ ഐയും ടിയും രണ്ടും നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ പെട്ടതാണ് അല്ലേ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ടേമിലാണല്ലോ നമുക്ക് ഡയമെൻഷൻ എഴുതാൻ പറ്റുക. അപ്പോൾ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറൻറ്റാണ്. കറൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? ആംബിയർ ആണ്. I ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? T തന്നെയാണ്. സോ T. അപ്പോൾ mlt⁻⁻2 ഡിവൈഡഡ് ബൈ A ഇൻറ്റു T. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡയമെൻഷൻ ഓഫ് E ഈസ് ഈക്വൽ ടു ഈ രണ്ട് ടേമുകളെയും മുകളിലേക്ക് എഴുതുക. സോ mlt⁻⁻2 ഇൻറ്റു t⁻⁻1 ദാറ്റ് ഈസ് t⁻⁻3. A എന്നുള്ളത് മുകളിലേക്ക് എഴുതുമ്പോൾ a⁻⁻1. സോ പഠിച്ചു വയ്ക്കുക. ഡയമെൻഷൻ ഓഫ് E ഈസ് mlt⁻⁻3 a⁻⁻1. ദാറ്റ് ഈസ് എ ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. എന്താണ് പോയിൻ്റ് ചാർജ് എന്ന് നമുക്കറിയാം. ചാർജിൻ്റെ സൈസ് അവ തമ്മിലുള്ള ദൂരത്തോട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാർജിനെ വിളിക്കുന്ന പേരാണെന്ത്? പോയിൻ്റ് ചാർജ്. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് അറിയാവുന്നൊരു കൺസെപ്റ്റിലേക്കാണ് വീണ്ടും ഞാൻ വരുന്നത്. നമ്മളെ കൂളംബ്സ് ലോ ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് എത്തും. അപ്പോൾ നോക്കാം, ഞാൻ +Q എന്നുള്ളൊരു ചാർജിനെ ഞാൻ എടുത്തു. +Q എന്നുള്ളൊരു ചാർജ്, ഇത് ഒരു പോയിൻ്റ് ചാർജാണ്, ഒരു ടെസ്റ്റ് ചാർജ്, ഒരു സോഴ്സ് ചാർജാണ്. +Q എന്നുള്ള ഒരു സോഴ്സ് ചാർജ്, ഒരു പോയിൻ്റ് ചാർജ് ഞാനിവിടെ എടുത്തു. ഇനി r ഡിസ്റ്റൻസ് അകലെ +Q എന്നുള്ള ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഞാൻ മറ്റൊരു ചാർജ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് +Q0. +Q0 എന്നുള്ള മറ്റൊരു ചാർജ് ഞാനിവിടെ എടുത്തു. +Q0. ഇനി കൂളംബ്സ് ലോ പ്രകാരം എങ്ങനെ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം? F ഈസ് ഈക്വൽ ടു, ഇത് വാക്യൂത്തിലാണ് ഇരിക്കുന്നത്, വാക്യൂം ഓർ എയർ. എന്താണ് ഇക്വേഷൻ വരിക? F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 എന്നുള്ളതിന് പകരം Q, Q2 എന്നുള്ളതിന് പകരം Q0 ഡിവൈഡഡ് ബൈ തമ്മിലുള്ള ദൂരം r². ഡയറക്ഷൻ എന്തായിരിക്കും ഫോഴ്സിൻ്റെ? എലോങ് ദിസ് വെക്റ്റർ ദാറ്റ് ഈസ് യൂണിറ്റ് വെക്റ്റർ r. അപ്പോൾ നമുക്കിവിടെ കൂളംബ്സ് ലോ പ്രകാരം ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ? ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത് എന്താ? E ഈസ് ഈക്വൽ ടു F/Q0. ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ഇറ്റ് ഈസ് കോൾഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. അപ്പോൾ ഇപ്പം നിലവിൽ കിട്ടിയ ഇക്വേഷൻ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? Q0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻ്റ് R. അറ്റ് പോയിൻ്റ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത് R എന്നുള്ള ഡിസ്റ്റൻസ് അകലെയാണ്. ഏതിൻ്റെ? +Q എന്നുള്ള ചാർജിൻ്റെ. അപ്പോൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള ഇക്വേഷനെ, ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ പറയൂ, E ഈസ് ഈക്വൽ ടു 1/4πε0 ദാറ്റ് ഈസ് F/Q0 ആണ് ഞാൻ ചെയ്യുന്നത്. 1/4πε0 Q ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ r². ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? വീണ്ടും Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ r. ഏതൊക്കെ ക്യാൻസൽ ആവും? Q0 കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് ഇക്വേഷൻ വന്നു? ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ r. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പോയിന്റ് R from +Q. And this equation gives the
ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് പോയിന്റ് ആർ ഡ്യൂ ടു ദ ചാർജ് പ്ലസ് ക്യൂ. ഈ പ്ലസ് ക്യൂ എന്നുള്ള ചാർജിന് ചുറ്റുമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിലെ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഏത് പോയിന്റിലും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റാണ്. ഞാൻ ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചാൽ ഒക്കെ ആർ ഡിസ്റ്റൻസ് അകലെയായിരിക്കും. അതുപോലെ ഇത് മിഡ് പോയിന്റിൽ വെച്ചുകൊണ്ടൊരു സ്പിയർ വെച്ച് കഴിഞ്ഞാലോ, ഈ ചാർജിനെ സെൻറ്ററാക്കി നിർത്തിക്കൊണ്ടൊരു സ്പിയർ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാലോ, അതൊക്കെ ആർ ഡിസ്റ്റൻസ് അകലെയാവും. ഇതൊക്കെ ആർ ഡിസ്റ്റൻസ് അകലെയാണ്. ഈ ആർ ഡിസ്റ്റൻസ് അകലെയൊക്കെ എന്ത് തന്നെയായിരിക്കും? ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആവും. ഇവിടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ആണോ അതേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഇവിടെ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ ഇവിടെയൊക്കെ. അതേമാതിരി ഇതിൻ്റെ പുറകിൽ ആർ ഡിസ്റ്റൻസ്, ഈ ബോർഡിൻ്റെ പുറകിലുള്ള അതേ ദൂരത്തിലും ഈ ചുറ്റുപാടുള്ള ഈ സ്പെറിക്കൽ ഇതിലുള്ള എല്ലാ ആർ ഡിസ്റ്റൻസിലും എന്തായിരിക്കും? ഇതേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ? E is equal to 1/4πε0 Q/r² ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ആർ. ക്ലിയർ ആയോ? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്. ഒരു ചാർജിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് വി ആർ ഡീലിംഗ് വിത്ത് മൾട്ടിപ്പിൾ ചാർജസ്. നമ്മൾ ഇതേപോലൊരു കൺസെപ്റ്റ് കൂളംസ് ലോ വെക്റ്റർ ഫോമിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ഇതേ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. വളരെ എളുപ്പമാണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ഓർ മൾട്ടിപ്പിൾ ചാർജസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് ബന്ധമുള്ള പ്രോബ്ലംസ് ഒക്കെ വരിക ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക എങ്ങനെ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിൻ്റെ ബേസിക്സ്. അപ്പോൾ നോക്കാം, ഞാനിവിടെ 2 ആക്സിസ് ആദ്യം വരയ്ക്കാം. ഇനി ഈ ഒരു പൊസിഷനിൽ ഞാൻ Q1 എന്നുള്ളൊരു ചാർജ് ഇരിക്കുന്നുണ്ടെന്ന് Q1 ഒരു പോയിന്റ് ചാർജ് Q1. മറ്റൊരു ലൊക്കേഷനായിട്ടുള്ള ഇവിടെ Q2 എന്നുള്ളൊരു ചാർജ് ഉണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ Q3 എന്നുള്ളൊരു ചാർജ് ഉണ്ട്. മൂന്നും പോസിറ്റീവ് ചാർജുകളാണ്. അങ്ങനെയാണെങ്കിൽ Q1 എന്നുള്ള ലൊക്കേഷനിലേക്ക് എനിക്ക് ഇവിടുന്ന് ഒരു പൊസിഷൻ വെക്റ്റർ വരയ്ക്കാം. ഇറ്റ് ഈസ് R1. Q2 എന്നുള്ള പൊസിഷനിലേക്ക് എനിക്കൊരു പൊസിഷൻ വെക്റ്റർ വരയ്ക്കാൻ സാധിക്കും. ഒറിജിൻ എന്താണ്? ഒറിജിനിൽ നിന്ന് വരയ്ക്കാം. ഏതായിരിക്കും? ഇറ്റ് ഈസ് R2. Q3 എന്നുള്ള പോയിന്റിലേക്ക് എനിക്ക് ഇവിടുന്ന് വീണ്ടും ഒരു പൊസിഷൻ വെക്റ്റർ വരയ്ക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് R3. ഇനി അപ്പോൾ 3 ചാർജുകൾ ഇരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഏതൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും? Q1 കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, Q2 കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, Q3 കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 3 ചാർജിന് എടുക്കുന്നത്. എത്ര ചാർജ് വേണമെങ്കിൽ എടുക്കാം. എത്ര ചാർജുകൾ വരുന്നോ അത്രത്തോളം സിസ്റ്റം കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ 3 ചാർജിനെ വെച്ച് പഠിക്കുക. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? ജനറലൈസ് ചെയ്യുക. ഈ 3 ചാർജുകൾ ഇരിക്കുന്ന മേഖലയിലേക്ക് ഞാൻ വേറൊരു ടെസ്റ്റ് ചാർജായ +Q0 എന്നുള്ള ചാർജിനെ കൊണ്ടുവരികയാണ്. ഈ +Q0യിലേക്കും എനിക്ക് എന്ത് വരയ്ക്കാം? എനിക്ക് ഒരു പൊസിഷൻ വെക്റ്റർ വരയ്ക്കാം. ഞാനിവിടെ ഒരു പൊസിഷൻ വെക്റ്റർ വരച്ചു. ഈ പൊസിഷൻ വെക്റ്ററിന് ഞാൻ ഇത് P എന്നുള്ള പോയിന്റ് ആയതുകൊണ്ട് ഈ ചാർജ് ഇരിക്കുന്ന പോയിന്റിന് ഞാൻ P എന്ന് പേര് നൽകി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വരയ്ക്കുന്ന വെക്റ്ററിന് എനിക്ക് RP എന്ന പൊസിഷൻ വെക്റ്ററിന് പേര് കൊടുക്കാം. സോ ഒന്നുകൂടി പറയാം, 3 ചാർജുകളാണ് Q1, Q2, Q3. ഒറിജിനിൽ നിന്ന് അവയ്ക്ക് ഓരോന്നിനുമുള്ള പൊസിഷൻ വെക്ടേഴ്സ് R1, R2 ആൻഡ് R3. നൗ വി ആർ ബ്രിങ്ങിങ് എ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ടു ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദീസ് 3 ചാർജസ് അറ്റ് എ പോയിന്റ് P having a position vector RP from the origin. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം Q1 എന്നുള്ള പോയിന്റിൽ നിന്ന് P എന്നുള്ള പോയിന്റിലേക്ക്, അതായത് Q1 എന്നുള്ള ചാർജിൽ നിന്ന് Q0 എന്നുള്ള ചാർജിലേക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ വരയ്ക്കാം. ആ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് എന്ത് പേരാണ് നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ കൊടുത്തുള്ളത്? RP1. RP1 മീൻസ് RP മൈനസ് R1. P എന്നുള്ള പോയിന്റിലേക്ക് 1 എന്നുള്ള പോയിന്റിൽ നിന്ന് ഞാൻ വരയ്ക്കുന്ന വെക്ടർ ദാറ്റ് ഈസ് RP1. അതുപോലെ Q2 എന്നുള്ള ചാർജിൽ നിന്ന് Q0യിലേക്ക് എനിക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ വരയ്ക്കാൻ സാധിക്കും. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് നമ്മൾ എന്ത് പേര് കൊടുക്കാം? RP2. അതിൻ്റെ കൺവെൻഷൻ എങ്ങനെയാണ്? RP2 ഈസ് ഇക്വൽ ടു RP മൈനസ് R2. RP മൈനസ് R2 ഓർ RP ഈസ് ഇക്വൽ ടു R2 പ്ലസ് RP2. ഇവിടെ എഴുതാം RP1 ഈസ് ഇക്വൽ ടു RP മൈനസ് R1. RP2 ഈസ് ഇക്വൽ ടു RP മൈനസ് R2. നെക്സ്റ്റ് വൺ ഈസ് RP3. ഏതായിരിക്കും RP3? Q3 എന്നുള്ള ചാർജിൽ നിന്ന് Q0യിലേക്ക് ഞാനൊരു വെക്ടർ വരയ്ക്കുക.
ഈ വെക്ടറിന് എന്ത് പേര് കൊടുക്കാം? RP3. എന്തായിരിക്കും RP3? RP മൈനസ് R3. RP മൈനസ് R3. നിങ്ങൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് എഴുതിയത്. ഈ നൊട്ടേഷൻ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ബുക്കുകളിൽ ചിലപ്പോൾ R1P എന്ന് എഴുതിയിട്ടുണ്ടാവും, ഓർ സിംപിളി R1 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഞാൻ ഫോളോ ചെയ്യുന്ന കൺവെൻഷൻ നമ്മുടെ കഴിഞ്ഞ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ ഞാൻ ഫോളോ ചെയ്ത സെയിം കൺവെൻഷനാണ് ഞാനിവിടെ കീപ്പ് ചെയ്യുന്നത്. ഇതിൽ ഏത് കൺവെൻഷൻ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതേ കൺവെൻഷൻ ഫോളോ ചെയ്യണം എന്നുള്ള നിബന്ധന മാത്രമാണുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന കൺവെൻഷൻ RP1 ആണ്. ഇറ്റ് ഈസ് എ വെക്ടർ ഡ്രോൺ ഫ്രം 1 to point P. RP2 it is a vector drawn from 2 to point P. RP3 it is a vector drawn from 3 to point P. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു Q1 അറ്റ് പോയിന്റ് P? എന്തായിരിക്കും പോയിന്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്? E1 എങ്ങനെ പറയാം? എന്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് E is equal to 1/4πε0 Q/r² ഇൻറ്റു യൂണിറ്റ് വെക്ടർ R എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ Q1 നിന്ന് RP1 അകലെയുള്ള P എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് അപ്പോൾ എന്തായിരിക്കും? സോ ഇവിടെ എഴുതാം E1 is equal to 1/4πε0. ഏത് ചാർജ് കാരണമാണ്? പ്ലസ് Q1 ആണ്. സോ Q1 ഡിവൈഡഡ് ബൈ Q1 നിന്ന് Pയിലേക്കുള്ള ദൂരം എത്രയാണ്? RP1 ദി സ്ക്വയർ ഇൻറ്റു ഏത് ഡയറക്ഷനിലാണ്? RP1ൻ്റെ അതേ ദിശയിലാണ് E1. സോ യൂണിറ്റ് വെക്ടർ RP1. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരിക്കും? ഇതേ മാതൃകയിൽ എഴുതൂ. E2 is equal to 1/4πε0 Q2 divided by RP2 square into unit vector RP2. Third one is E3. It is equal to 1/4πε0 Q3 divided by RP3 square into unit vector RP3. മൂന്ന് ഇക്വേഷൻസ് കിട്ടി. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? അപ്പോൾ നമുക്കിവിടെ വരയ്ക്കണം. Q2 എന്നുള്ള പോയിന്റിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും E2. Q3 എന്നുള്ള പോയിന്റിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡോ ഇങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് E3. അപ്പോൾ P എന്നുള്ള പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്? E1, E2, E3. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം? ഇറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ്സ് ആക്ടിങ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ എഴുതാം. ദാറ്റ് ഈസ് E total is the total electric field density at point P. It is a vector sum of individual electric fields, that is E1 plus E2 plus E3. Equation എഴുതാം. 1/4πε0, that is E total is equal to 1/4πε0 Q1 by RP1 square into unit vector RP1 plus 1/4πε0 Q2 divided by RP2 square into unit vector RP2 plus 1/4πε0 Q3 by RP3 square into unit vector RP3. മൂന്ന് ചാർജുകളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഏതാണ് കോമൺ ടേം? സോ ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 കോമൺ ടേം ആണ്. ബാക്കി ടേമുകളെല്ലാം നമുക്ക് ബ്രാക്കറ്റിനകത്ത് എഴുതാം. ദാറ്റ് ഈസ് Q1 by RP1 square into unit vector RP1 plus Q2 by RP2 square into unit vector RP2 plus Q3 by RP3 square into unit vector RP3. ശരിയല്ലേ? ഇനി സിഗ്മ എന്നുള്ളത് കൊടുക്കുക. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ടോട്ടൽ ഈസ് ഈക്വൽ ടു 1/4πε0. നിങ്ങൾ കഴിഞ്ഞ കുളംസ് ലോ ഇൻ വെക്ടർ ഫോം എന്നുള്ള ടോപ്പിക്ക് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കറക്റ്റ് സ്റ്റെപ്പ് അതേ ഫോർമാറ്റിലാണ് നമ്മളിതും പഠിക്കുന്നത്. സോ സിഗ്മ I ഈക്വൽ ടു 1 to ഏത് ചാർജ് വരെ? ഈക്വൽ ടു I ഈക്വൽ ടു 1 to 3, ദാറ്റ് ഈസ് QI by RPI square into RPI യൂണിറ്റ് വെക്ടർ അങ്ങനെ കിട്ടും. ഇനി 3 എന്നുള്ളതിന് പകരം ഇപ്പോൾ നമ്മൾ 3 ചാർജുകളാണ് ഇവിടെ എടുത്ത്. ആ 3 ചാർജിന് പകരം നമുക്ക് എത്ര ചാർജ് എടുക്കാം? എത്ര ചാർജ് കൊടുക്കാം?
n charges എടുക്കാം. So if we replace this 3 by n, the equation will become E total is equal to 1 by 4 pi epsilon 0 sigma I equal to 1 to n qi divided by rpi square into unit vector rpi. പ്രത്യേകം ശ്രദ്ധിക്കുക, ബുക്കുകളിൽ ഇത് നേരെ തിരിച്ചും കാണാം. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന കൺവെൻഷൻ നമ്മൾ സെയിം കൺവെൻഷനാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ബുക്കുകളിൽ ചിലപ്പോൾ ഇത് നേരെ തിരിഞ്ഞ് കാണാം. R1p R2p R3p എന്ന് ടെക്സ്റ്റിൽ കാണാം. അവരെടുത്തിരിക്കുന്ന കൺവെൻഷൻ നേരെ തിരിച്ചാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൺവെൻഷൻ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ടോപ്പിക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. വീണ്ടും നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് വീണ്ടും പറയുകയാണ്. ഒരു പ്ലസ് ക്യൂ എന്നുള്ളൊരു ചാർജ് എടുത്തു. ഈ പ്ലസ് ക്യൂ എന്നുള്ള ചാർജായിട്ടുള്ള സോഴ്സ് ചാർജിൻ്റെ ഈ ഫീൽഡുള്ള ഒരു ഭാഗത്തേക്ക് ഈ സോഴ്സ് ചാർജിൻ്റെ ഒരു പരിധിയിലേക്ക് ഞാൻ പ്ലസ് Q0 എന്നുള്ള ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരികയാണ്. എന്ത് സംഭവിക്കും? ഈ രണ്ട് ചാർജുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതിൻ്റെ ദിശ എങ്ങനെയായിരിക്കും? ഈ ദിശയിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇതേ പ്ലസ് ക്യൂ എന്നുള്ള ചാർജിനെ ഞാൻ ഈ പൊസിഷനിൽ പ്ലേസ് ചെയ്യാണ്. അപ്പോഴോ ഈ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് വീണ്ടും ഇതേ ദിശയിൽ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇതേ പ്ലസ് ക്യൂ എന്നുള്ള ചാർജിനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലോ പ്ലസ് Q0 എന്നുള്ള ടെസ്റ്റ് ചാർജാണ്. ഒക്കെ പ്ലസ് Q0 ആണ്. ഇത് പ്ലസ് ക്യൂ ആണ്. ഇത് ക്യാപിറ്റൽ ക്യൂ ആണ്. ഇത് സ്മോൾ ക്യൂ ആണ്. എല്ലാം പ്ലസ് Q0. ടെസ്റ്റ് ചാർജുകളൊക്കെ നമ്മൾ പ്ലസ് Q0 എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഈ പോയിന്റിൽ വയ്ക്കുന്ന സമയത്ത് ഈ പ്ലസ് Q0 എന്ത് ചെയ്യും? ഈ ഭാഗത്തേക്ക് റിപ്പൽ ചെയ്യും. ഇതേ പ്ലസ് Q0 നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്തോ ഇത് ഈ ദിശയിൽ റിപ്പൽ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാത്ത് എലോങ് വിച്ച് എ ടെസ്റ്റ് ചാർജ് വുഡ് മൂവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡൂ സോ. ഈ ടെസ്റ്റ് ചാർജിനെ നമ്മൾ ഈ പറയുന്ന സോഴ്സ് ചാർജിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ വെക്കുമ്പോൾ, സോഴ്സ് ചാർജിൻ്റെ ചുറ്റും എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് ഈ ടെസ്റ്റ് ചാർജ് ഫ്രീ ആയി മൂവ് ചെയ്യുന്ന ആ ദിശ, അതിനാണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുക. അത് തന്നെയാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഇതിനിപ്പോൾ ഈ പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ ആയിരിക്കും. ഈ ചാർജിനെ നമ്മൾ ഇവിടെ വെക്കുകയാണെങ്കിലോ പ്ലസ് Q0 ഈ ലൈൻ ഇങ്ങനെ ആയിരിക്കും. ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഈ ലൈൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമ്മൾ എടുക്കുന്ന സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഒറ്റ കാര്യമായി ശ്രദ്ധിക്കാറുള്ളൂ, അതിൻ്റെ എല്ലാ ലൈൻ ഓഫ് ഫോഴ്സും എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഒരു പോസിറ്റീവ് സോഴ്സ് ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇറ്റ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്സ്. 2 ഡയമെൻഷണൽ ബോർഡിലാണ് ഇത് വരച്ചുള്ളത്. പക്ഷേ ഇതിങ്ങനെയല്ല, 3 ഡയമെൻഷനിലാണ്. ഈ പറയുന്ന ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിങ്ങളുടെ നേരെയുണ്ട്. കാരണം 3 ഡയമെൻഷനിലാണ്. ഇതുപോലെ ഈ ബോർഡിന് പുറകിലേക്കും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോർ പോസിറ്റീവ് സോഴ്സ് ചാർജ്, ഫോർ എ പോസിറ്റീവ് ചാർജ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള കാരണം എന്താണ്? ഈ പോസിറ്റീവ് ചാർജിന് ചുറ്റും ഈ മേഖലയിൽ എവിടെ ഞാനൊരു ടെസ്റ്റ് ചാർജിന് വെച്ച് കഴിഞ്ഞാലും ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ റൂട്ടിലാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന ചാർജ് മൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ, ഒരു ഗ്രാഫിക് വിഷ്വലൈസേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫിക് വിഷ്വലൈസേഷനിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഗ്രാഫിക്സ് വിഷ്വലൈസേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു +1 നാനോ കുളമ്പ് NC എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു +1 നാനോ കുളമ്പ് ചാർജ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഗ്രിഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫിൻ്റെ XY ലൈനുകളെയാണ് ഇതിനെയാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയുക. ഞാനിവിടെ ഗ്രിഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ലൈൻസ് അവിടെ വരും. ഇനി ഒരു +1 നാനോ കുളമ്പ് ചാർജിനെ ഞാൻ ഈ ഗ്രിഡിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് കാണാം അല്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈറ്റ് കളറുള്ള ഈ ആരോ മാർക്കുകൾക്ക് ഈ ചാർജിൻ്റെ വളരെ അടുത്ത് അതിന് കളർ കൂടുതലും, ദൂരേക്ക് ചെല്ലും തോറും അതിൻ്റെ കളർ കുറഞ്ഞാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r². എത്ര ദൂരത്തേക്ക് നമ്മൾ പോകുന്നോ അത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ കുറഞ്ഞു വരും എന്നുള്ളതാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഡയറക്ഷനാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഇതാണ്
ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന്. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. ഇനി അടുത്തത് ഞാനിവിടെ ഒരു നെഗറ്റീവ് ചാർജ് എടുക്കുകയാണ്. ഒരു നെഗറ്റീവ് ചാർജ് ഞാനിവിടെ എടുക്കുകയാണ്. ഇതിനടുത്തേക്ക് ഞാനൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഈ ദിശയിൽ ഇവിടേക്ക് ആകർഷിക്കപ്പെടും. ഇവിടെ ഞാൻ എവിടെ ഇതിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഈ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഞാൻ ഈ വരയ്ക്കുന്ന ഇതേ ദിശയിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വരയ്ക്കുന്ന ലൈനിലൂടെ ആയിരിക്കും ഈ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുക. ഏതിനടുത്തേക്ക്? -q എന്നുള്ള ചാർജിനടുത്തേക്ക്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഫോർ എ നെഗറ്റീവ് ചാർജ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഇൻവേർഡ്സ്. സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഔട്ട്വേർഡ്സ്. ഫോർ എ നെഗറ്റീവ് ചാർജ് ദ ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഇൻവേർഡ്സ്. അപ്പോൾ നമുക്ക് പറയാം പോസിറ്റീവ് ചാർജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. നെഗറ്റീവ് ചാർജിലേക്കാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിലേക്ക് വരുന്ന ഫീൽഡ് ലൈനുകൾ എവിടെ നിന്ന് വരുന്നതായിരിക്കാം? ഇൻഫിനിറ്റിയിലുള്ള ഏതോ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് വരുന്നതായിരിക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. പോസിറ്റീവ് ചാർജിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഇൻഫിനിറ്റിയിലേക്കും നെഗറ്റീവ് ചാർജിലേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഇൻഫിനിറ്റിയിലുള്ള ഏതോ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും വരികയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാം. ഒരു പോസിറ്റീവ് ചാർജിന് പകരം നമ്മൾ ഒരു നെഗറ്റീവ് ചാർജാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ വരുന്ന വ്യത്യാസം? നെഗറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ദാറ്റ് ഈസ് റേഡിയലി ഇൻവേർഡ്സ്. എല്ലാ ലൈനുകളും റേഡിയലി ഇൻവേർഡ്സ് ആണ്. ലൈനുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വൈറ്റ് കളർ കൂടുതലുണ്ട്, ഇവിടെയൊക്കെ കളർ വളരെ മൈൽഡായിട്ടുള്ള വളരെ ചെറിയ കളറാണ് ഇവിടെ ഉള്ളത്. അതിനർത്ഥം ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടുതൽ എവിടെയാണ്? ഈ ചാർജിൻ്റെ വളരെ അടുത്തുള്ള മേഖലയിലാണ്. ദൂരേക്ക് ചെല്ലുന്തോറും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. സോ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പഠിച്ചു വയ്ക്കുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പാത്ത് അലോങ് വിച്ച് എ ടെസ്റ്റ് ചാർജ് വുഡ് മൂവ് ഇഫ് ഇറ്റ് were free to do so. ഇനി അടുത്തതായി ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. അപ്പോൾ എങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവയുടെ ഫീൽഡ് ലൈൻസ് വരയ്ക്കുക നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പോസിറ്റീവ് ചാർജിന് എടുക്കുകയാണ്. ഞാനിവിടെ ഒരു +q എന്നുള്ള ഒരു പോസിറ്റീവ് ചാർജിന് എടുത്തു. കുറച്ചപ്പുറത്തായി -q എന്നുള്ള മറ്റൊരു നെഗറ്റീവ് ചാർജിന് എടുത്തു. ഇനി ഒരു ടെസ്റ്റ് ചാർജിന് ഞാൻ പ്ലേസ് ചെയ്യാണ് ഇവിടെ. ഒരു +q0 എന്നുള്ള ടെസ്റ്റ് ചാർജിനെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. എന്ത് സംഭവിക്കും? ഇത് രണ്ടും പോസിറ്റീവാണ്, സ്വാഭാവികമായിട്ടും ഇത് റിപ്പൽ ചെയ്യും. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവാണ്, ഇത് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ +q0 എന്നുള്ള ചാർജ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള അതിൻ്റെ ഒരു പാത്ത് എന്നുള്ളത് ഇതാണ്. ഈ പാതയിലൂടെ +q നിന്ന് -qയിലേക്ക് ഈ കണക്ട് ചെയ്യുന്ന ലൈനിലൂടെ ഏത് ചാർജ് നീങ്ങും? +q0 എന്നുള്ള വളരെ വാനിഷിംഗ്ലി സ്മോൾ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യും. ശരിയല്ലേ? ഇനി ഇതേ ടെസ്റ്റ് ചാർജിനെ ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ വെക്കുകയാണ്. +q0 എന്നുള്ള ടെസ്റ്റ് ചാർജിനെ ഞാൻ ഈ ലൊക്കേഷനിൽ വെച്ചു. എന്ത് സംഭവിക്കും? ഈ +q എന്നുള്ള ചാർജ് +q0 എന്നുള്ള ചാർജിനെ റിപ്പൽ ചെയ്യും. ആ ഫോഴ്സിൻ്റെ ദിശ ഇതായിരിക്കും. അതിനെ ഞാൻ F1 എന്ന് പേര് കൊടുത്തു. കാരണം ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഈ ലൈനിലൂടെ ആയിരിക്കും. അതേസമയം -q എന്നുള്ള ചാർജ് ഈ ടെസ്റ്റ് ചാർജിനെ എന്ത് ചെയ്യും? അങ്ങോട്ട് വലിക്കും. അതിനെ അട്രാക്റ്റ് ചെയ്യും. കാരണം ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണ്, അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് F2 എന്നുള്ള ഫോഴ്സ്. നമുക്കറിയാം രണ്ട് ഫോഴ്സുകൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുകയാണ്, കൺകറൻറ്റ് ഫോഴ്സാണ്. സോ വി ക്യാൻ അപ്ലൈ ദ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. സോ റിസൾട്ടൻ്റ് ഇതിലൂടെ ആയിരിക്കും, ഡയഗണലിലൂടെ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് ഡയറക്ഷൻ. ഇതിന് ഞാൻ F എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ +q0 എന്നുള്ള ടെസ്റ്റ് ചാർജ് ഈ ഫോഴ്സിൻ്റെ ദിശയിൽ നീങ്ങും. അങ്ങനെ നീങ്ങി ഇത് പുതിയൊരു ലൊക്കേഷനായിട്ടുള്ള ഇവിടെ എത്തുകയാണ്. ഇപ്പോൾ +q0 എന്നുള്ള ടെസ്റ്റ് ചാർജ് ഇവിടെ എത്തി. കാരണം ഈ ഫോഴ്സ് ഇങ്ങോട്ട് ഈ ദിശയായതുകൊണ്ട് +q0 എന്നുള്ള ചാർജ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഞാൻ ഇതിനിടയ്ക്ക് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചിത്രത്തിൽ 2 പോയിൻറ്റ്സ് മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് അതിൻ്റെ കർവ് വരുന്നത് നോക്കാം. അപ്പോൾ +q0 എന്നുള്ള ചാർജ് ഇവിടെ എത്തി. ഇവിടെ ഈ +q0 എത്തിക്കഴിഞ്ഞാലും +q എന്ത് ചെയ്യും? അതിനെ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും പുതിയ F1. കാരണം ഈ F1 നിങ്ങളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ +qയിലേക്ക് എത്തും.
അതുപോലെ തന്നെ മൈനസ് ക്യൂ എന്ത് ചെയ്യും, ഇതിനെങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ഇതിന് ഞാൻ F2 എന്ന് പേര് നൽകി. വീണ്ടും നമുക്ക് പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എങ്ങനെ വരും? ഇതായിരിക്കും റിസൾട്ടൻ്റ് ഫോഴ്സ് വരിക, F. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനത്തെ ഒരുപാട് പോയിൻറ്റ്സ് ഈ പ്ലസ് ക്യൂവിനും മൈനസ് ക്യൂവിനും ഇടയ്ക്കുണ്ട്. ഈ 2 പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരുപാട് പോയിൻറ്റ്സിലൂടെ അത് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പാത്ത് എന്നുള്ളത് ഇങ്ങനെയാണ് വരിക. ക്ലിയറായോ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു കർവിലൂടെ എന്ത് ചെയ്യും, അതെവിടെ എത്തും? മൈനസ് ക്യൂവിലെത്തും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കാത്ത നമുക്കപ്പോൾ ഇത് ഇവിടെ ഞാൻ ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചാർജ് ഈ ഇതിലൂടെ ഈ ഞാൻ വരച്ച ലൈനിലൂടെയാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്, ഇത് അടുത്ത ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇതൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള റൂട്ടുകളാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡുകൾ ഉത്ഭവിക്കുകയും നെഗറ്റീവ് ചാർജിൽ ഫീൽഡുകൾ അവസാനിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഡയഗ്രാം എങ്ങനെ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ കർവുകൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് സിസ്റ്റത്തിന് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇവിടെ ഓരോ പോയിന്റിലും, ഇപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്കിടയിലുള്ള കർവാണ്. ഇവിടെ ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് എങ്ങനെയാണ്? ഈ പോയിന്റിൽ ടാൻജൻ്റ് ആണ്, ഈ പോയിന്റിൽ ടാൻജൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഞാൻ അടയാളപ്പെടുത്താം. ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ? ഇവിടുന്ന് ടാൻജൻ്റ് ആയിരിക്കും. ഇതാണ് ഇ എന്നുള്ളതിൻ്റെ ഡയറക്ഷൻ. ഇനി ഈ പൊസിഷൻ, ഇവിടുന്ന് ടാൻജൻ്റ്, ഇതായിരിക്കും ഡയറക്ഷൻ വരിക. ഇനി ഈ പൊസിഷനിൽ ടെസ്റ്റ് ചാർജ് ആണെങ്കിലോ ഇവിടുന്ന് ടാൻജൻ്റ് ആയിരിക്കും, ഇവിടെ ആണെങ്കിലോ ഇവിടുന്ന് ടാൻജൻ്റ് ആയിരിക്കും. ഈ ഓരോ പോയിന്റുകളിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ ടാൻജൻ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജൻ്റ് എങ്ങോട്ടാണോ ഡയറക്റ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഓരോ പർട്ടിക്കുലർ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ മുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ 2 ചാർജുകൾ എടുക്കുകയാണ്. എ എന്നുള്ളത് പോസിറ്റീവ് ചാർജാണ്, റെഡ് കളറിൽ കാണുന്നത്. ബി എന്നുള്ളത് നെഗറ്റീവ് ചാർജാണ്. നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. മൂന്നാമതായി വേണമെങ്കിൽ ഒരു ചാർജിനെ കൊണ്ടുവരാം. ഞാനിപ്പോൾ നിലവിൽ മൂന്നാമത്തെ ചാർജ് 0 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ ചാർജിനെ നിങ്ങളിവിടെ കാണില്ല. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഫീൽഡുകൾ നമുക്ക് കാണാം. ഈ ഫീൽഡ് വെക്റ്റേഴ്സ് ഇവിടെ കുറച്ച് ലെങ്ത് കൂടുതലാണ്. ദൂരം ചെല്ലുന്തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നതായി കാണാം. അതെല്ലാ ഈ പോസിറ്റീവിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ ഫീൽഡ് ലൈനുകളും എവിടെയാണ് അവസാനിക്കുന്നത്? നെഗറ്റീവിലാണ് അവസാനിക്കുന്നത്. പോസിറ്റീവ് ചാർജിൻ്റെ വാല്യൂ ഞാൻ ഇൻക്രീസ് ചെയ്താൽ ഇപ്പോൾ നിലവിൽ 2 മൈക്രോ കുളമ്പാണ് ഇരിക്കുന്നത് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് -1.1 മൈക്രോ കുളമ്പാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പോസിറ്റീവ് ചാർജിൻ്റെ വാല്യൂ ഞാൻ ഇൻക്രീസ് ചെയ്താൽ എനിക്കിവിടെ ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു 3D വിഷ്വലൈസേഷനാണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് വർദ്ധിക്കുന്നതായി കാണാം. നിങ്ങൾക്ക് കാണാം, ഇതാ ഇപ്പോൾ 1 മൈക്രോ കുളമ്പാണ്. 1.3, 1.9, 2 മൈക്രോ കുളം, 2.3, 2.6, 3 മൈക്രോ കുളം. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ നെഗറ്റീവ് ചാർജിൻ്റെ QB എന്നുള്ള ചാർജിൻ്റെ വാല്യൂ ഞാൻ കുറച്ചാൽ, ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ -1.1 മൈക്രോ കുളമ്പാണ്. അതെനിക്ക് ഇനിയും കുറയ്ക്കാം. അപ്പോൾ എന്താണ് ഇവിടെ വരുന്ന മാറ്റം നോക്കുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഉണ്ടോ? നെഗറ്റീവ് ചാർജ്, നീല നിറത്തിലുള്ള ചാർജ് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഞാൻ ഈ 2 ചാർജും 0 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നോക്കൂ. 0 സെറ്റ് ചെയ്തപ്പോൾ അവിടെ എന്തില്ല? ചാർജ് ഇല്ലെങ്കിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ QB രണ്ടാമത്തെ ചാർജ് 0 ആയി. ഇനി ഞാൻ ഒന്നാമത്തെ ചാർജും 0 ആക്കാൻ പോവാണ്. അതാ ഒന്നാമത്തെ ചാർജ് 0 ആക്കി കഴിഞ്ഞപ്പോൾ 3 ഡയമെൻഷണൽ സ്പേസിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ചാർജ് ഉണ്ടെങ്കിൽ മാത്രം, സോഴ്സ് ആയി ഒരു ചാർജ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുക? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3D വിഷ്വലൈസേഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്.
രണ്ട് പോസിറ്റീവ് ചാർജുകൾ എടുക്കുകയാണ്. രണ്ട് പോസിറ്റീവ് ചാർജുകൾ എടുക്കുകയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? രണ്ട് പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുമോ? ഇല്ല. അവർ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? രണ്ട് പോസിറ്റീവ് ചാർജുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവയുടെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് രണ്ട് പോസിറ്റീവ് ചാർജുകളുടെ ഫീൽഡ് ലൈൻസ് വരിക. കാരണം പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇതേപോലെ തന്നെ ഈ ഫീൽഡ് ലൈനുകളെ ആരോ മാർക്ക് ഞാൻ ഇതിപ്പോൾ ഔട്ട്വേർഡ്സ് ആണ്, ഇൻവേർഡ് ആക്കി വരച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ലൈനുകളുടെ ചിത്രമാണ്. അപ്പോൾ ഇത് സിംഗിൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഔട്ട്വേർഡ്സ്. ഇത് സിംഗിൾ പോസിറ്റീവ് ചാർജാണ്. ഇനി അടുത്ത സിംഗിൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എല്ലാ ഫീൽഡുകളും റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും. എല്ലാം ചാർജിലേക്കാണ് വരിക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം, എവിടെ നിന്നാണ് ഈ ഫീൽഡ് വരുന്നത്, എവിടെ നിന്നാണ് ഫീൽഡ് ലൈൻസ് വരുന്നത്? ഇത് ഇൻഫിനിറ്റിയിലുള്ള ഏതോ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും ഉത്ഭവിച്ച് നെഗറ്റീവിൽ നിന്ന് അവസാനിക്കുന്ന ഫീൽഡ് ലൈൻസാണിത്. ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള ഫീൽഡ് ലൈൻസാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അടുത്തത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് രണ്ടും അടുത്തടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കും. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഉത്ഭവിക്കുകയും നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഫീൽഡ് ലൈൻസ്. ഇതാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. ഇനി ഇത് രണ്ട് പോസിറ്റീവ് ചാർജുകൾ ഇരിക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കും. എല്ലാം റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒക്കെ റേഡിയലി ഔട്ട്വേർഡ്സ് ഉള്ള ഫീൽഡ് ലൈൻസ് ആണ്. അതുപോലെ രണ്ട് നെഗറ്റീവ് ചാർജുകൾ എടുക്കുകയാണെങ്കിൽ എല്ലാ ഫീൽഡ് ലൈൻസും എങ്ങനെയാണ്? എല്ലാം ഈ നെഗറ്റീവ് ചാർജിലേക്കാണ് വരുന്നത്. ഈ കാണുന്ന രീതിയിലാണ് നിങ്ങൾ ഫീൽഡ് ലൈൻസ് വരയ്ക്കേണ്ടത്. സിംഗിൾ പോസിറ്റീവ് ചാർജ്, സിംഗിൾ നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്, ടു പോസിറ്റീവ് ചാർജസ് ആൻഡ് ടു നെഗറ്റീവ് ചാർജസ്. സോ നമ്മൾ ഈ ടോപ്പിക്കിനെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്ത് ഇവിടെ പറയാം. സ്ക്രീൻ ശ്രദ്ധിക്കുക. ഒന്നാമത്, ദ ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് ദ നെഗറ്റീവ് ചാർജ് ഫോർ എ സിംഗിൾ ചാർജ്. ഒരു സിംഗിൾ ചാർജിന് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും നെഗറ്റീവിൽ അവസാനിക്കുകയും ചെയ്യും. പോസിറ്റീവിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്, ഇൻഫിനിറ്റിയിൽ നിന്ന് നെഗറ്റീവിൽ അവസാനിക്കുകയാണ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ദേ ആർ കണ്ടിന്യൂസ് കർവ്സ് വിത്തൗട്ട് ബ്രേക്സ്. പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് എത്തുന്നത് വരെ ആ ഫീൽഡ് ലൈനുകൾക്ക് എന്തില്ല? ഒരു ബ്രേക്ക് ഇല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള കർവുകളാണിത്, ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ടു ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ടു ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. അങ്ങനെ സംഭവിച്ചാൽ രണ്ട് ഫീൽഡ് ലൈനുകൾ ഒരിക്കലും ക്രോസ് ചെയ്യില്ല. രണ്ട് ഫീൽഡ് ലൈനുകൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശ്രദ്ധിക്കുക. ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെ, അടുത്ത ഫീൽഡ് ലൈൻ ഇങ്ങനെ, ഇതിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ദിശ വരും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ദിശ എന്നുള്ളത് ഒരു തെറ്റായ കൺസെപ്റ്റാണ്. അപ്പോൾ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡിന് മറ്റേ പർട്ടിക്കുലർ പോയിന്റിൽ ഒറ്റ ദിശയെ വരുള്ളൂ, നമ്മൾ പഠിച്ചു. ആൻഡ് ദാറ്റ് ഡയറക്ഷൻ ഈസ് ദി ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് ദാറ്റ് പോയിന്റ് ഓൺ ദി കർവ്. ആ കർവിൽ ആ പോയിന്റിൽ വരച്ചിരിക്കുന്ന ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഡയറക്ഷൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. അടുത്ത നാലാമത്തെ പോയിന്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പുകളാവില്ല. പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും നെഗറ്റീവിൽ അവസാനിക്കുകയും ചെയ്യുന്നതാണ് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഫീൽഡ് ലൈൻസിനെ വരച്ചത്. പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, നെഗറ്റീവിൽ അവസാനിക്കാനേ പാടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഫീൽഡ് ലൈനുകൾ വരച്ചത്. പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും നെഗറ്റീവിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ലൈൻ എടുത്താൽ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലെത്തി, തിരിച്ച് നെഗറ്റീവിൽ നിന്ന് അത് എവിടെ എത്തില്ല? പോസിറ്റീവിലെത്തില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ലൂപ്പായി. നമ്മളെന്താണ് പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പുകളായിട്ടുള്ള ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കില്ല. ഒരിക്കലും ഫീൽഡ് ലൈൻസിന് എന്താവാൻ പറ്റില്ല? ക്ലോസ്ഡ് ലൂപ്പുകളായി മാറാൻ സാധിക്കില്ല.
ഇത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളെ വരയ്ക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു വർക്ക്ഷീറ്റ് സെഷൻ ക്ലാസ്സിലൂടെ നമുക്ക് ഇനിയും കാണാം. ഈ ക്ലാസ് കണ്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.